ഹലോ, എല്ലാവർക്കും വല്ലൂറിച്ച് ടിവിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഓക്കെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒന്ന് രണ്ട് പേര് വിളിച്ച് സംസാരിച്ചതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ വേറൊന്നുമല്ല, അവർ ഇവിടെ വന്ന് 2-3 വർഷങ്ങളായി, അവർ ജോലിയൊന്നും റെഡിയായില്ല. അവർ ഇപ്പോൾ തിരിച്ച് പോകാനുള്ള പ്ലാനിങ് ആണ്. ആൾക്കാരെ പറഞ്ഞു ഇനി വേറെ ഓപ്ഷൻസ് ഒന്നും ഇവിടെ ഇല്ല, വേറെ സ്ഥലത്തേക്ക് നോക്കുകയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിന് റിഗാർഡിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. അഗെയിൻ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൻ്റെ തീരുമാനവും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ടേക്ക് യുവർ ഓൺ ഡിസിഷൻ. എൻ്റെ വാക്ക് കേട്ടിട്ട് മാത്രം, ഈ വീഡിയോ കണ്ടിട്ടോ ഞാൻ പറയുന്നത് കേട്ടിട്ടോ ഡിസിഷൻ എടുക്കരുത്. യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഓൺ ആക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ സിറ്റുവേഷനും എല്ലാം കുറച്ച് ടഫാണ്. സാധനങ്ങൾക്കൊക്കെ വില കൂടുതലാണ്. സാലറി ഒന്നും ഇപ്പോൾ ഇൻക്രീസ് ചെയ്ത സാലറി അത്രയും കൊടുക്കാനുള്ളൊരു ഓപ്ഷനില്ല. അപ്പോൾ അതൊക്കെയാണ് റീസൺ. നമുക്ക് ഈ പറഞ്ഞ രണ്ടുപേരും ഞാൻ ഓൾറെഡി അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇനി ഇതേപോലുള്ള ഡിസിഷൻ എടുക്കാൻ പോകുന്ന ആൾക്കാർക്കുള്ളൊരു ഒരു എന്താ പറയുക, ഒരു മെസ്സേജ്. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പക്ഷേ ഇത് ഇഷ്ടപ്പെടുമായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാം. അഗൈൻ ആസ് എ സെഡ്, യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഓൺ ആക്ഷൻ. ഓക്കെ, ഇതാണ് സംഭവം. അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് കാരണം ആർക്കും ഇപ്പോൾ ഈ പറഞ്ഞ 27,000 28,000 രൂപ സാലറി ഒക്കെ വേണമല്ലോ. അപ്പോൾ അത്രയും ഒരു എമൗണ്ട് സാലറി ഇപ്പോൾ പല കമ്പനികൾക്കും കൊടുക്കാനില്ല, അതറിയാലോ. അപ്പോൾ അതുകൊണ്ടാണ് പല കമ്പനികളും ഇപ്പോൾ ഹയർ ചെയ്യാത്തതും ജോബ് ഓപ്പർച്യൂണിറ്റി കുറഞ്ഞതും എല്ലാം ഇതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചൊക്കെ വേൾഡ് എക്കണോമിക്സും ഇങ്ങനത്തെ മാർക്കറ്റിനെല്ലാം നിരീക്ഷിക്കുന്ന ഒരാളാണ്. നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലാതെ വലിയൊരു എക്കണോമിസ്റ്റോ ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒന്നുമല്ല. ഓക്കെ, ഇപ്പം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കുറച്ചൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വീക്ഷിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ നമ്മുടെ അടുത്ത് പറയുന്നത് എന്താ വെച്ചെങ്കിൽ, ഇപ്പോഴത്തുള്ളൊരു ജോബ് മാർക്കറ്റ് നോക്കിയിട്ടായിരിക്കും പറയേണ്ടത്. അതായത് ഇപ്പോൾ ജോലിയില്ല, ഒന്നുമില്ല, നിങ്ങൾ ഇപ്പോൾ ഒന്നും ഒരു ഓപ്ഷനില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ മാക്രോ എക്കണോമിക്സ് കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ, ഒരു 3-4 വർഷങ്ങൾക്ക് ബാക്കിൽ നമ്മൾ കൊറോണയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഒരു എന്താ പറയുക, ഒരു സാലറി സ്കെയിൽ എന്നൊക്കെ പറയുന്നത് ഒരു 18,000 ക്രോണയൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് അതെല്ലാം എല്ലാവർക്കും കൊടുക്കാൻ, എല്ലാ കമ്പനികൾക്കും കൊടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പൈസ അന്ന് എക്സ്പെൻസീവ് അല്ലായിരുന്നു, വളരെ ചീപ്പായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ലോണൊക്കെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനും കാര്യങ്ങളൊക്കെ, അതായത് റീപേയ്മെൻ്റ് എല്ലാം വളരെ ചീപ്പായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ക്യാഷ് വളരെ എക്സ്പെൻസീവാണ്. അതാണ് പലപ്പോഴും പല കമ്പനികൾക്കും ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റാത്തതും ഇത്ര എമൗണ്ട് ഒരു സാലറി കൊടുക്കാൻ പറ്റാത്തതും. അല്ലാതെ പൈസ എന്ന് പറയുന്നത് ഈ എമൗണ്ട് വലിയൊരു സാലറി ആയിട്ടില്ല. ഞാൻ ഇവരുടെ സ്വീഡൻ്റെ സാലറി സ്കെയിൽ നോക്കിയപ്പോൾ തന്നെ 2018 മുതലുള്ള സമയത്ത് തന്നെ 32,000 രൂപ മിനിമം ഒരു സാലറി സ്കെയിൽ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടത്. അപ്പോൾ ഈ സാലറി സ്കെയിൽ ഒരിക്കലും ഒരു ബിഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ്റെ പ്രോബ്ലം എന്താ വെച്ചെങ്കിൽ, ക്യാഷ് ആരുടെ കയ്യിലും ഇല്ല എന്നുള്ളതാണ്. അതായത് ഈവൻ ബാങ്കുകളുടെ കയ്യിലും പോലും ഇല്ല. കാരണം നമുക്കറിയാലോ, ഇപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ സാധനങ്ങളുടെ വില തന്നെ നമ്മൾ നോക്കിയറിയാം, എല്ലാത്തിനും ഭയങ്കര പൈസയാണ് അല്ലേ. അപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് വളരെ ഹൈ ആണിപ്പോൾ. അപ്പോൾ ഇത് ഇങ്ങനെ കൊണ്ടുപോകാൻ ഒരിക്കലും പറ്റില്ല. കാരണം ഇതിപ്പോൾ ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ കൊറോണ ടൈമിൽ എല്ലാവർക്കും ജോലിയും കാര്യമില്ലാത്തപ്പോൾ ഗവൺമെൻറ് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇതാണ് സ്ക്വീസ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഇല്ലെങ്കിൽ മറ്റേ പറയുക, നാണയപ്പെരുപ്പം, അതായത് ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും സ്ക്വീസ് ആവുന്നത്. പക്ഷേ ഇനിയും സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിവിൽ വാറുകൾ ഉണ്ടായിരിക്കും. കാരണം ആരുടെ കയ്യിൽ ഇപ്പോൾ ഇവിടെ മാത്രമല്ല, നമ്മൾ മറ്റുള്ള കൺട്രീസിൽ നോക്കിയാൽ അറിയാം, അധികം ആൾക്കാരെല്ലാവരും ഇപ്പോൾ മിഡിൽ ക്ലാസ്സുള്ള ആൾക്കാരെല്ലാം പൂറായിക്കൊണ്ടിരിക്കുക. കാരണം ആരുടെ കയ്യിലും പൈസ അത്രക്കില്ല. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സിവിൽ വാർ ബേസിക്കലി അത് ഗവൺമെൻറ്റിനും അറിയാം. അപ്പോൾ ഇത് മാക്സിമം എത്ര പ്രസ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പല കമ്പനികൾക്കും ഈ ഒരു എമൗണ്ട് കൊടുക്കാൻ ഇപ്പോൾ പറ്റാത്തത്. കാരണം എന്താ വെച്ചാൽ 27,000 28,000 രൂപ എന്ന് പറഞ്ഞിട്ട്. ഇനി ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങൾ നോക്കുമ്പോൾ ബേസിക്കലി US ആണല്ലോ ഈ എക്കോണമിയുടെ കാര്യത്തിൽ അതിലും ഹൈ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ
ഫെഡ് എന്ന് പറയുന്ന ഫെഡ് എന്ന് പറയുന്ന ആ ഓർഗനൈസേഷൻ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ US ഇലക്ഷനൊക്കെ വരുന്നുണ്ട് ഈ സെപ്റ്റംബറിലൊക്കെ. അപ്പോൾ അതിന് മുമ്പ് അവർക്ക് പ്രിൻ്റ് അടിക്കേ പറ്റുള്ളൂ. കാരണം പൊളിറ്റിക്സ് അറിയാലോ, കാരണം ആൾക്കാർക്ക് പൈസ എത്തിക്കഴിഞ്ഞാലാണ് ഇപ്പോഴത്തെ പാർട്ടിയിലേക്ക് കുറച്ചും കൂടി ആൾക്കാർക്ക് വോട്ട് ചെയ്യണം കാര്യങ്ങളൊക്കെ ചെയ്യണത്. അതും അവർക്ക് പറഞ്ഞിട്ട് വോട്ടാക്കാം. അപ്പോൾ അവരതുപോലെ ചെയ്യുന്ന പോലെ തന്നെ ഇവ യൂറോപ്യനിലെ ECB എന്ന് പറഞ്ഞ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന അവരും അത് ക്ലോസ്ലി വാച്ച് ചെയ്തിട്ടാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷേ ഈ അടുത്ത് ഒരു ആർട്ടിക്കിളിൽ കണ്ടു, അവർ പറഞ്ഞു, ECB പറയുന്നത് US ഫെഡ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാരണം ഇവിടുത്തെ അവരുടെ സിറ്റുവേഷൻ ഗെറ്റിംഗ് വേഴ്സർ ആൻഡ് വേഴ്സർ ആയിട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ ഇവർ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് US 7 ഉണ്ടാകും തോന്നുന്നു അവിടുത്തെ റേറ്റ്. ഇവിടുത്തെ ECB പറയുന്ന യൂറോപ്പിലുള്ള ഇൻഫ്ലേഷൻ റേറ്റ് 4% ആണ്. അപ്പോൾ ഒരു 5 വർഷങ്ങൾക്ക് ബാക്കിലൊക്കെ പോവുകയാണെങ്കിൽ ആ സമയത്ത് 0.7 അവിടെയൊക്കെ ആയിരുന്നു അതിൻ്റെ റേറ്റ്. അപ്പോൾ അത് എന്താ ഡിഫറൻസ് എന്ന് പറയാൻ കാരണം, ഡിഫറൻസ് വരാനുള്ളൊരു ഓപ്ഷൻ ഉള്ള ഒരു റീസൺ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഈ അടുത്ത് വീടൊക്കെ ഒരു 2 മില്യൻ്റെ വീട് ഒരു ലോണ് എടുത്ത് വാങ്ങാനുള്ളൊരു ഓപ്ഷൻ നമ്മൾ നോക്കി വെക്കി. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വീട് വാങ്ങുന്നത് സേഫ് അല്ല. അതായത് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വീട് വാങ്ങുന്നത് സേഫാണ്, ലോൺ എടുത്ത് വാങ്ങുന്നത് സേഫ് അല്ല. കാരണം ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയത് 2 മില്യൺ യൂറോയ്ക്ക് നമ്മൾ അന്ന് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞൊരു മന്ത്ലി പേയ്മെൻറ്റ് വരുന്നത് 12,000 ക്രോണ എങ്ങനെയാണ് മന്ത്ലി പേയ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ അവർ ECBയുടെ കണക്കനുസരിച്ചിട്ട് 0.2 അത് ബ്രിങ് ചെയ്യാൻ പോവുകയാണ് ആ ഇൻഫ്ലേഷൻ റേറ്റ്. അങ്ങനെ വരുമ്പോൾ നമ്മളെടുക്കുന്ന ഒരു 3 മില്യൺ സ്വീഡിഷ് ക്രോണ, ആ ആർട്ടിക്കിളിൽ അങ്ങനെ കൊടുത്തിരിക്കണേ, 3 മില്യൺ സ്വീഡിഷ് ക്രോണയ്ക്ക് ഒരു മന്ത്ലി പേയ്മെൻറ്റ് വരും വെറും 3,000 ക്രോണയാണ്. അപ്പോൾ നിങ്ങളെ ഡിഫറൻസ് കണ്ടില്ലേ. ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് പറയുന്നത് ക്യാഷ് എക്സ്പെൻസീവാണ്. അത് നമ്മൾ സാധനങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതാണ് ഇപ്പോഴത്തെ സംഭവത്തിൻ്റെ മെയിൻ റീസൺ ഉള്ളത്. ക്യാഷ് ചീപ്പാകുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന 27,000 ഇനി അടുത്ത വർഷം ഈ വർക്ക് പെർമിറ്റിൻ്റെ ഈ എമൗണ്ട് കൂട്ടുകയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചെങ്കിൽ ക്യാഷ് ചീപ്പാകുമ്പോൾ ഈ പറയുന്ന 27,000 32,000 ക്രോണ ഒരു വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നില്ല. കാരണം എല്ലാ കമ്പനികൾക്കും അത് പേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. കാരണം ഈ ലോൺ ആയോ അല്ലെങ്കിൽ പുതിയ കമ്പനികൾ പുതിയൊരു പ്രൊജക്റ്റുകൾ വരുമ്പോഴോ എമൗണ്ടുകൾ വരും, പൈസ വരും. അപ്പോൾ ആ പൈസ സർക്കുലേഷൻ കൂടുമ്പോൾ കാരണം ആ സമയത്താണ് ഇങ്ങനത്തെ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഓവറോൾ വേറെ ഒന്നും ഞാൻ പറയണില്ല. ഇതിൻ്റെ കൺക്ലൂഷൻ ഇങ്ങനെയാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ 2 പേര്, ഇപ്പോൾ അതേപോലെ തന്നെ അടുത്ത ഇതേപോലെ ഡിസിഷൻ എടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞ 2 പേര് ഈ 3-4 വർഷമായിട്ട് ഇത്രയും സ്ട്രഗിൾ, അതായത് ഇപ്പോഴത്തെ ആ എന്താ പറയുക ഇൻഫ്ലേഷൻ്റെയും ആ ഡിപ്രഷൻ്റെയും സ്റ്റേജാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ആ ടണലിൻ്റെ എൻഡിലേക്ക് എത്താറായിട്ടുണ്ട്. കാരണം മാക്സിമം അവർക്ക് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം അതിൻ്റെ ഉള്ളിൽ ഈ ഇൻഫ്ലേഷൻ റേറ്റ് കുറച്ചാലേ പറ്റുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സിവിൽ വാറുകൾ ഉണ്ടായിരിക്കും, പല സ്ഥലത്തുണ്ടായിരിക്കും, സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്, നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ 3-4 വർഷം ഇവിടെ നിന്ന് ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് അവസാനം കലം മുടക്കുന്ന പോലെ ആയിരിക്കും ഇപ്പം നിങ്ങൾ ഇവിടുന്ന് ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ക്വിറ്റ് ചെയ്താൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ പോവും. പക്ഷേ 1 വർഷം കൂടി കൂടുതൽ ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, അതായത് 1 വർഷം കൂടി ഞാൻ സ്ട്രഗിൾ ചെയ്ത് ഇവിടെ തന്നെ പിടിച്ച് നിൽക്കുമെന്ന് പറയുന്ന ആൾക്കാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാവുന്ന ആ ചാൻസ് അവർക്കായിരിക്കും കിട്ടുന്നത്. അഗെയിൻ ആസ് ഐ സെഡ്, ഇത് എന്താ പറയുക, അപ്പോഴായിരിക്കും നിങ്ങളിത് നാട്ടിൽ പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് അല്ല ആ കൺട്രി ചൊവ്വില്ല അല്ലെങ്കിൽ ഇത് ശരിയല്ല ഇവിടെ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. ഇത്രയും ഡിഫിക്കൽട്ടി സിറ്റുവേഷൻ നിങ്ങൾ ഓൾറെഡി ഓവർകം ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് എൻഡ് ഓഫ് ദ ടണലാണ്. അതായത് 1 വർഷം കൂടി മാക്സിമം എൻഡ് ഓഫ് ദിസ് ഇയർ ഒരുവിധം മിഡിലേക്ക് കൊണ്ടുവരായിരിക്കും അവർ. ഒറ്റയടിക്ക് 0.2 എത്തില്ലെങ്കിലും കുറച്ചെങ്കിലും അവർ കുറച്ച് കൊണ്ടുവരും. അപ്പോൾ അപ്പോഴേക്കും ഈ ഇതേപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഇതെല്ലാം ഒരുവിധം വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ കലം മുടക്കരുത്, നിങ്ങൾക്ക് കഴിയാവും പറ്റാത്തോളം പിടിച്ചു നിൽക്കുക. ഇതിൻ്റെ ഒരു എൻഡ് എപ്പോഴും ഹാപ്പിന്. കാരണം ഗവൺമെൻറ്റിനെതിരെ ആൾക്കാർ തിരിക്കാൻ അവർ ഒരിക്കലും സമ്മതിക്കില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം അവർ വേഗം പൈസ പ്രിൻറ്റ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പല സ്ഥലത്തും സിവിൽ വാറുകളും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് ഈ എക്കോണമി കാര്യങ്ങളെല്ലാം ഞാൻ ക്ലോസ് ചെയ്ത് വാച്ച് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പറയാണ്. അഗെയിൻ
എൻ്റെ വാക്ക് മാത്രം എടുക്കരുത്. ടേക്ക് യുവർ ഓൺ ഡിസിഷൻ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുക. കാരണം എന്തുകൊണ്ടാണ് ഇവിടെ സിറ്റുവേഷൻ ഇങ്ങനെ വന്നുള്ളതെന്നും കൂടിയും വാച്ച് ചെയ്യുക. അല്ലാതെ പല ആൾക്കാരും പറയണത് കേട്ടിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കാതിരിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് വലിയ കാര്യങ്ങൾ അറിയണ്ട, ബേസിക് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാനുള്ള ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് ഡിസിഷൻ എടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞ ആൾക്കാരും മിക്ക ആൾക്കാരും ഇവിടെ സെറ്റിൽ ആയതോ അത് സെറ്റിൽ ആവാൻ പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ they don't have anything to lose. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കായിരിക്കും അത് നഷ്ടപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്വിറ്റ് ചെയ്യാതിരിക്കുക. പരമാവധി അറിയാം, പെയിൻഫുൾ ആയിരിക്കും, സ്ട്രഗിൾ ചെയ്യും, ഇതെല്ലാം അറിയാം. എന്നാലും പറയാണ്, കുറച്ചും കൂടി പിടിച്ച് നിൽക്കാൻ നോക്കുക. മേ ബി ഐ ആം റോങ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം ശരിയായിക്കണമെന്നില്ല. ഓൾറെഡി ഞാൻ ഉദ്ദേശിച്ച് ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം ഇത്രയും എഫേർട്ട് എടുത്ത് നിങ്ങളിവിടെ നിന്ന ആൾക്കാരെ ഒരു കുറച്ച് ടൈമും കൂടിനും വേണ്ടിയിട്ട് ക്വിറ്റ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. അതേപോലെ ഇപ്പോൾ എക്കോണമിക്സ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ പക്ഷേ തെറ്റായിരിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഹു ആം ഐ, ലൈക്ക് അഗെയിൻ ആസ് എ സെഡ് ഐ ആം എ റാൻഡം ഗായ് ഇൻ എൻ ഇൻ്റർനെറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഡിസിഷൻ സ്വന്തമായിട്ട് എടുക്കാൻ നോക്കുക. ഓക്കെ, എൻഡ് ഓഫ് ദിസ് ഇയറോ നെക്സ്റ്റ് ഇയറോ കാര്യങ്ങളെല്ലാം പഴയതുപോലെ തന്നെ ഇവിടുത്തെ സിറ്റുവേഷനിലേക്ക് വരും. ഈ സാലറി സ്കെയിലും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കാതിരിക്കുക. ഓപ്പർച്യൂണിറ്റി ഒരുപാട് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ട് കുറച്ചുകൂടി കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ ഫ്രം റിൻ കുഞ്ഞു, ലെക്സി ആൻഡ് ടോബി. ബൈ.